Watch India's largest kids library only on Jio Hotstar. Download the app now. രാജു, ഇന്ന് 5 വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ശുദ്ധമായി ശ്വസിക്കാനുള്ള ഒരു അവസരം ലഭിക്കുന്നത്. ഇതെല്ലാം ആ ചിങ്കം കാരണമല്ലേ നടന്നത്? എനിക്കെല്ലാം ഓർമ്മയുണ്ട്. ഞാനൊന്നും മറന്നിട്ടില്ല. എന്നെ എങ്ങനെയാണ് ജയിലിൽ വലിച്ചഴിച്ചു കൊണ്ടിട്ടെന്ന്. ആ ചിങ്കം. നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ എടുക്കല്ലേ ദാഗാ സാബ്. ഒരു സൂപ്പർ വാർത്തയാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. അത് കേട്ടാൽ ഉടനെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രതികാരം ഇന്ന് നടപ്പിലാക്കാം. ഇന്ന് ഫുർഫുരി നഗരത്തിൽ സൂപ്പർ സ്റ്റാർ സൂരജ് വരാൻ പോവുകയാണ്. അയാളെ കിഡ്നാപ്പ് ചെയ്ത് ചിങ്കത്തിനോടുള്ള പ്രതികാരം തീർക്കാലോ. അത് കൊള്ളാലോ. ഇനിയായിരിക്കും ശരിക്കുള്ള രസം. ഇനിയാണ് ഞാൻ ചിങ്കത്തിന് ഒരു ചുറ്റിക്കാൻ പോണത്. ഇനി അവൻ നിലവിളിക്കും, അലറി വിളിക്കും, കരയും. അത് കഴിഞ്ഞായിരിക്കും സൂപ്പർ സ്റ്റാറിന്റെ കിഡ്നാപ്പ്. അത് കാരണം ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാര് അയാളെ യൂസ്ലെസ് എന്നും വേസ്റ്റ് എന്നും കരുതി ജോലി ഇറക്കി വിട്ടുകളയും. ചിങ്കം. പക്ഷെ ഞാനും എന്നൊരു പ്രശ്നത്തിൽ കുടുങ്ങിയിരിക്കുകയാണ്. ഞാൻ അറിഞ്ഞു ആ കൊടും കുറ്റവാളി ഡാഗ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു പോയിരിക്കുന്നുവെന്ന്. എന്നിട്ട് അവൻ എന്നോട്, അതായത് ഈ ചിങ്കത്തിനോട് വെല്ലുവിളിച്ചിരിക്കുന്നു. നമ്മുടെ ഫുർഫുര നഗരത്തിൽ വരാൻ പോകുന്ന സൂപ്പർ സ്റ്റാർ സൂരജിനെ അവൻ കിഡ്നാപ്പ് ചെയ്യാൻ പോകുന്നുവെന്ന്. അങ്ങനെ എങ്ങനെയാ സാറേ കിഡ്നാപ്പ് ചെയ്യാൻ പറ്റുക? സൂരജ് കുമാർ ഒരു സൂപ്പർ സ്റ്റാർ അല്ലേ? അയാൾ എന്താ ചായക്കടയിൽ സമൂസയാണോ ആർക്കേലും വന്ന് എടുത്തോണ്ട് പോവാൻ? അവനൊരു അപകടകരമായ കുറ്റവാളിയാണ്. ഇന്ത്യ നിയമമാണ് സത്യം. പക്ഷേ ചിങ്കം സാറേ, വൈ വീവ് ഹിയർ വെൻ ചിങ്കം സാർ ഈസ് ഹിയർ? അതെനിക്കറിയാം. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. അറിയാമല്ലോ, എംപോസിബിൾ. പക്ഷെ എന്നാലും എന്തായാലും വെല്ലുവിളിച്ചിരിക്കുന്നത് ആ കുറ്റവാളി ഡാഗയാണ്. അതുകൊണ്ട് ഞാൻ റിസ്ക് എടുക്കാൻ തയ്യാറല്ല. എന്റെ ഒരു ആഗ്രഹം നിങ്ങൾ എല്ലാവരും എന്നോടൊപ്പം തന്നെ ഉണ്ടാവണമെന്നാണ്. ശരി, എങ്കിൽ നിന്റെ കയ്യിലുള്ള പ്ലാൻ എന്താ? ഞാൻ വേഷം മാറി അവിടെ തന്നെ അന്വേഷിച്ചുകൊണ്ട് നടക്കും. എന്നിട്ട് ആ കുറ്റവാളിയെ കണ്ടുപിടിക്കാൻ ശ്രമിക്കും. എന്നോടൊപ്പം നമ്മുടെ കോൺസ്റ്റബിൾസും ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ മോട്ടു പത്ലുവിനെ അവൻ അറിയാത്തത് കൊണ്ട് അവരവനെ വിടാതെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഞങ്ങളുടെ ഏതെങ്കിലും ഒരു സഹായത്തിന് വേണ്ടി അവിടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ തന്നെ ഉണ്ടായിരിക്കണം. ഇറ്റ്സ് എ പെർഫെക്റ്റ് പ്ലാൻ. വാ സാർ, നിങ്ങളൊരു ടോപ്പാണല്ലോ. ഹിന്ദുസ്ഥാന്റെ ഹോപ്പാണ്. സാറ്, യു ആർ ഗ്രേറ്റ് സർ, ബട്ട് ബോൺ ലിറ്റിൽ ലേറ്റ് സർ. റെഡി കോൺസ്റ്റബിൾസ്? യെസ് സർ. പോരാടാൻ വേണ്ടി നിങ്ങൾ തയ്യാറായിക്കോളൂ. ധർമ്മം തരണേ. ഹലോ മോട്ടു പത്ലു, 4 ഭാഗത്തുനിന്നാണ് കണ്ണുണ്ടായിരിക്കണം. സൂപ്പർ സ്റ്റാർ സൂരജ് കുമാർ ഇങ്ങോട്ട് വരാൻ വെറും 2 മണിക്കൂർ മാത്രമേ ബാക്കിയുള്ളൂ. അതിനു മുമ്പ് നമുക്ക് ആ ഡാഗേനെ പിടിച്ചിരിക്കണം. ദൈവം നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. നിങ്ങളുടെ ഭാര്യയും മക്കളെയും നന്നായിട്ട് നോക്കും. നിങ്ങൾ 100 രൂപയാണ് തന്നിരിക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ 1000കണക്കിന് നോട്ടുകൾ പറന്ന് നടക്കും. അതെ, ഇത്ര അനുഗ്രഹങ്ങളൊന്നും ചൊരിയല്ലേ ചിങ്കം സാറേ. ആദ്യം നിങ്ങൾ നോട്ട് അങ്ങോട്ട് ചെക്ക് ചെയ്യ്, ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോന്ന്. എന്റെ അമ്മോ. ഹലോ മോട്ടു പത്ലു, അവൻ എന്നെ എങ്ങനെയോ മനസ്സിലായി കഴിഞ്ഞു. പക്ഷെ അതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്കൊരു 100 രൂപയുടെ കള്ളനോട്ടിട്ടോണ്ട് അവൻ പോയി. അവനെ എങ്ങനെയും വേഗം പിടിക്കണം. ചിങ്കം സാറേ, ഇത്തവണ ഒരു അബദ്ധവും പറ്റില്ല. ശരിക്കും ഒറിജിനൽ കള്ളം പിടിക്കപ്പെട്ടു. എന്താ? നിങ്ങൾ എന്റെ നേരെ കൈ ഉയർത്തിയോ?
നിയമം കയ്യിലെടുത്തോ. ഇതിന്റെ ശിക്ഷ നിങ്ങൾ രണ്ടുപേർക്കും കിട്ടിയിരിക്കും. തീർച്ചയായും കിട്ടിയിരിക്കും. ഇന്ത്യ രാജ്യമാണ് സത്യം, ഭാരതമാതാവാണ് സത്യം. വിടില്ല രണ്ടിനെയും. അയ്യോ എന്റെ അമ്മോ. എല്ലാവരും ദയവായി ശ്രദ്ധിക്കൂ. ചിങ്കം സാർ വളരെ ദരിദ്രനും ഭിക്ഷക്കാരനുമായി മാറിയിരിക്കുന്നു. പിച്ചപാത്രവും എടുത്ത് വഴിയിലിരിക്കുന്നത് കണ്ടില്ലേ? നിങ്ങൾ മനസ്സറിഞ്ഞ് അദ്ദേഹത്തെ ഒന്ന് സഹായിക്കൂ. എന്റെ അമ്മോ, എങ്ങനെയാണ് എല്ലാവർക്കും എന്നെ മനസ്സിലായത്? ആരോ എന്റെ ഗെറ്റപ്പ് പുറത്തേക്ക് ചോർത്തിയിട്ടുണ്ട്. ഈ തവണ ഞാൻ ആർക്കും എന്ത് വന്നാലും ശരി എന്റെ ഗെറ്റപ്പിനെ കുറിച്ച് ഞാൻ പറഞ്ഞു കൊടുക്കില്ല. ആ വാ സർ വാ, നിങ്ങളൊരു ടോപ്പാണ്, ഹിന്ദുസ്ഥാന്റെ ഹോപ്പാണ്. സാർ, യു ആർ ഗ്രേറ്റ് ബട്ട് ബോൺ ലിറ്റിൽ ലേറ്റ് സാർ. ഹലോ ബബിൾ ഗം സാർ, ആകെ ട്രക്ക് ഡ്രൈവർ ആയിട്ട് താടി മീശയൊക്കെ വെച്ചിട്ട് വരണുണ്ട്. അയാളെ ചാക്കിലാക്കിയിട്ട് എടുത്തോണ്ട് പൊക്കോളൂ. ആ ശരി സാർ. ആ ഓക്കെ. പിടിച്ചു കളഞ്ഞു. പതുക്കെ പതുക്കെ. അച്ഛാ, എന്നെ ആരോ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. വേണ്ട. പറയേ, എന്റെ മകൻ എവിടെയാണെന്ന് പറ. നിനക്കിത് തീർച്ചയായും പറയേണ്ടി വരും. പറയൂ, നിന്റെ ആൾക്കാരായിരിക്കും അവനെ കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ടാവുക. ഞാനല്ല. വേഗം സത്യം പറഞ്ഞു, അല്ലെങ്കിൽ നിന്റെ ഞാൻ എല്ല് തവിട് പൊടിയാക്കും. ആ, എനിക്കെങ്ങനെ അറിയാനാ? എന്നെ തന്നെ ഇവിടെ കിഡ്നാപ്പ് ചെയ്ത് വെച്ചിരിക്കല്ലേ? നിന്നെ ഞാനാണ് കിഡ്നാപ്പ് ചെയ്തത്. വേഗം പറയേ, എന്റെ മകൻ എവിടെയെന്ന് പറയാൻ. എന്റെ അമ്മോ, ഞാൻ വെറുതെ വിടില്ല. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. അറിയാമല്ലോ, എംപോസിബിൾ. അല്ല ബബിൾ ഗം സാർ, ഇത് ചിങ്കം സാറാണ്. അതെ, ഞാൻ തന്നെയാ. എന്റെ അമ്മോ, പൊന്നച്ഛ, നിങ്ങൾ നിങ്ങളുടെ ഓമന കുട്ടനെ, ഒരേ ഒരു തങ്കക്കുടത്തിനെ, നിങ്ങളുടെ സുന്ദര കുട്ടനെ ഇങ്ങനെ തല്ലി ചതച്ചല്ലോ. ഞാൻ എന്തായാലും എന്റെ അമ്മോട് പറഞ്ഞു കൊടുക്കും. സോറി മോനെ, സോറി. അറിയാതെ തെറ്റ് സംഭവിച്ചു പോയി. ഇക്കാര്യം അമ്മയോട് പറഞ്ഞേക്കല്ലേടാ. ഇന്ത്യ രാജ്യമാണ് സത്യം, മദർ ഇന്ത്യയാണ് സത്യം. ഓക്കേ, ഇപ്രാവശ്യം വേറെ വേറെ വേഷം അണിഞ്ഞിട്ട് നമുക്ക് പോകാം. എന്നിട്ട് അവൻ അന്വേഷിക്കാം. ഓക്കേ, ഐഡിയ. ഇനി ആരെങ്കിലും നിങ്ങൾക്ക് ഫോൺ ചെയ്താൽ നിങ്ങളുടെ ഫോൺ ഞങ്ങളുടെ ഫോണുമായിട്ട് കണക്ട് ചെയ്യണം. അങ്ങനെ ഞങ്ങൾ നിങ്ങൾ സംസാരിക്കുന്നത് കേൾക്കുകയും ചെയ്യും, അവൻ അന്വേഷിക്കുകയും ചെയ്യാം. എന്നിട്ട് അവനെ പിടിക്കാം. നിങ്ങൾ അവനോട് കുറെ നേരം സംസാരിച്ചിരിക്കണം. ഹലോ ചിങ്കം സാർ, എവിടെയാണ് വിളിച്ചിരിക്കണേ? ഇപ്പൊ കാണാൻ കൂടെ കിട്ടണില്ലല്ലോ. എന്താ, എന്നെ പേടിച്ചിരിക്കുകയാണോ? ഏയ്, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ചിങ്കം പഠിച്ച സ്കൂളില് പേടി എന്നൊരു വാക്ക് തന്നെ ഇല്ല. ആ, ഓ, ഒരു കുഴപ്പമില്ല. നിങ്ങൾ എന്റെ ട്യൂഷൻ എടുക്കുക, ഞാൻ പഠിപ്പിച്ചു തരാം. നീ എന്നെ പഠിപ്പിക്കുമെന്നോ? ഈ ചിങ്കത്തിനെയോ നിയമത്തിനെയോ വിടില്ല ഞാൻ. ഇന്ത്യ നിയമമാണ് സത്യം. ഒരു തവണ നിന്നെ എന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഉപ്പുമാങ്ങിയ പോലെ ഭരണിക്കകത്ത് അടച്ചിടും. ആടിനെ പോലെ പുല്ല് തിറ്റിക്കും ഞാൻ. ഒട്ടകത്തിനെ പോലെ മരുഭൂമിയിൽ നിന്നെ ഓടിപ്പിക്കും. ഒരു കഴുതയെ പോലെ നിന്നെ ഭാരം ചുമപ്പിക്കും ഞാൻ. ആ, പകൽ സ്വപ്നം കാണല്ലേ ചിങ്കം സാറേ. നിങ്ങൾക്ക് എന്നെ ഒരിക്കലും പിടിക്കാൻ സാധിക്കില്ല. ഏയ്, സോറി sorry. സോറി. എല്ലാവരും ഒന്ന് നിശബ്ദരായിരിക്കൂ. എല്ലാവരും ഒന്ന് മിണ്ടാതിരിക്കേ. എന്റെ കാര്യത്തിൽ നിങ്ങൾ സംസാരിച്ചോ? ആ, എന്റെ പേരാണ് ദാഗ. ഞാൻ ഇന്നുവരെ ഒരു ജയിലിൽ നിന്ന് ഓടിയിട്ടില്ല. കാരണം എന്നെ ഇതുവരെ ആരും പിടിച്ചിട്ടില്ല. പക്ഷെ ഒരിക്കൽ മാത്രം, അതും നീ കാരണം മാത്രം. അറിയാം, എനിക്ക് നന്നായിട്ട് അറിയാം. ഇന്നും നിന്നെ ഞാൻ പിടിച്ചിരിക്കും. ആ, സ്വപ്നം കാണുന്ന കാര്യം മറന്നേക്ക്. എന്നിട്ട് നിന്റെ ജോലിയെ ശ്രദ്ധിക്ക്. ഇനിയിപ്പൊ ജോലി പോയാ നീ എന്ത് ചെയ്യും? പക്ഷെ നിനക്ക് വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ. നിനക്ക് വഴിയിൽ പിച്ചപാത്രം കൊണ്ടിരിക്കാനും അറിയാലോ. നിനക്കാണെങ്കിൽ എക്സ്പീരിയൻസും ആയി കഴിഞ്ഞില്ലേ?
ചിങ്കം സാർ നിങ്ങൾക്ക് ഇന്ന് ഞാൻ കാരണം എത്രമാത്രം അടി കിട്ടി എനിക്കത് കണ്ടപ്പോ ഭയങ്കര ചിരിയാ വന്നേ ഏയ് നിന്റെ ഈ തമാശ പറച്ചിൽ നിർത്തിയിട്ട് ശിക്ഷ ഏൽക്കാൻ വേഗം തയ്യാറായിക്കോ. എന്റെ പത്തിലു ഇത് വല്ലാണ്ട് കൺഫ്യൂസ് ആവുന്നല്ലോ. അയാളുടെ കൂടെ ചിങ്കം സാറിന്റെ ശബ്ദവും കേൾക്കുന്നല്ലോ. ഒരു മിനിറ്റ് നിക്ക് മോട്ടു, ഞാനൊന്ന് നോക്കിക്കോട്ടെ. ദേ അങ്ങോട്ട് നോക്ക്. ചിങ്കം സാറും കുറ്റവാളിയും എങ്ങനെയാണ് പുറംതിരിഞ്ഞു നിന്ന് സംസാരിക്കുന്നേന്ന് നോക്ക്. അതെ, എന്നാ പോയി പിടിക്കാം. ഏയ്, എവിടേക്കാ ഓടി രക്ഷപ്പെടാൻ നോക്കുന്ന നീ? ചിങ്കത്തിന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ ആർക്കുമാവില്ല എന്ന് വെച്ചാൽ ഇംപോസിബിൾ. നീക്കാനെ എന്റെ അപ്പന്റെ അടുത്ത് എനിക്ക് ഒരുപാട് തല്ല് വാങ്ങേണ്ടി വന്നു. എന്നാ പിടിച്ചോ, ഇതും പിടിച്ചോ, ഇതും പിടിച്ചോ, എന്നിട്ട് വേഗം ജയിലിലേക്ക് പോകാൻ തയ്യാറായിക്കോ. താങ്ക് യു മോട്ടു പത്ലു, നിങ്ങൾ രണ്ടാളും എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. താങ്ക്സ് എ ലോട്ട്. Watch India's largest kids library only on Geo Hotstar. Download the app now.